ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധ്യവേനലവധിയായി ഓർമ്മകൾ ചിത്രശാല തുറക്കുകയായി. അങ്ങനെ ഒരു മധ്യവേനൽ അവധിയും കൂടി കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ബാംഗ്ലൂർ പോയി കൊച്ചുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അവളുടെ മധ്യവേനൽ അവധി തുടങ്ങി. അവൾ ഒരു മാസമായിട്ട് കലണ്ടറിൽ ഇങ്ങനെ ദിവസങ്ങൾ വെട്ടി നാട്ടിലേക്ക് വരുന്ന ദിവസം ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ വരുമ്പോൾ അവളുടെ ഡാഡിയുടെ വീട്, മമ്മയുടെ വീട്ടിലൊക്കെ വന്ന് നിന്ന് ഒന്ന് അടിച്ചു പൊളിക്കണം. അപ്പോൾ എൻ്റെയൊക്കെ മധ്യവേനൽ അവധിയും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് ത്രില്ഡായിട്ട് കാത്തിരിക്കുന്ന ദിവസങ്ങൾ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നോ, ഇത്ര കാലം കടന്നുപോയിട്ടും അതേ ത്രിൽ എൻ്റെ കൊച്ചുമകളിൽ കാണാൻ പറ്റി എന്നുള്ളത്. എല്ലാവർക്കും ഒരു അടിപൊളി മധ്യവേനൽ അവധി ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. ലോകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ 2 തരത്തിലുള്ള ആളുകൾ എങ്ങനെയുള്ളവരാണെന്നോ, ഒരു കൂട്ടർ ഒന്നും ചിന്തിക്കാറില്ല പൊതുവെ, മറ്റൊരു കൂട്ടർക്ക് ചിന്തയാണ് പ്രശ്നം. അവർ തന്നെ പറയും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഓവർ തിങ്കിങ് ആണ്. ഞാനിങ്ങനെ ഇരുന്നിരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ചു കൂട്ടുന്നു, അതുകൊണ്ട് ടെൻഷനും ആങ്സൈറ്റിയും മാറിയിട്ട് നേരമില്ല. ശരിക്കും പറഞ്ഞാൽ തിങ്കിങ് എന്നുള്ളത് മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്, അത്ഭുതകരമായൊരു കഴിവാണ്. ഈ ചിന്തിക്കാനുള്ള കഴിവ് കൊണ്ടാണ് ലോകം മുഴുവൻ മനുഷ്യൻ്റെ കാൽക്കീഴിലായത്. ഇതേ കാര്യം തന്നെ മനുഷ്യന് പാരയായി മാറുന്നത് വല്ലാത്ത കഷ്ടമാണല്ലേ. നമുക്കും മറ്റുള്ളവർക്കും യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ കാട് കയറി ചിന്തിച്ച് സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക, അതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് സാധാരണ നമ്മൾ പറയുന്നത്. ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ള മഹാന്മാരായ ആളുകൾ, ഇപ്പോഴും വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിച്ചിരിക്കുന്നവർ, ഇവരെല്ലാവരും ഒരുപാട് ചിന്തിക്കുന്നവരാണ്. അവർ ചിന്തിച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നു. ഈ ഓവർ തിങ്കിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്രത്യേകിച്ച് ഒരു റിസൾട്ടിലേക്ക് എത്തുന്നില്ല. നമ്മുടെ ചിന്തകൾ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. മിക്കവാറും ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ഫലമായിട്ട് നമ്മുടെ മാനസികാരോഗ്യം തകരാറിലാകുന്നു. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒന്നാണ് ഓവർ തിങ്കിങ്. അപ്പോൾ ഈ പലതരത്തിലുള്ള ഓവർ തിങ്കിങ് ഉണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കാൻ പോകുന്നു. അത് വിവാഹമാകാം, ഇൻ്റർവ്യൂ ആകാം, പരീക്ഷയാകാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുമ്പോൾ ചില ആളുകൾ ഓവർ തിങ്കിങ്ങിലേക്ക് കടക്കും. അതിനുവേണ്ടി റെഡിയാകുന്നതിന് പകരം അവരെന്താ ചെയ്യുന്നോ, അതുമാത്രം ചെയ്യില്ല. ഇതിനെപ്പറ്റി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾ എന്ത് ചിന്തിക്കും? അയ്യോ, അതെങ്ങാനും കിട്ടിയില്ലെങ്കിലോ, ഞാൻ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടില്ല, നേരത്തെ പ്രിപ്പയർ ചെയ്യേണ്ടതായിരുന്നു, കഷ്ടമായിപ്പോയി, ഈ ഒരു ചാൻസ് പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് ചാൻസ് കിട്ടുമോ, ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഇൻ്റർവ്യൂവിന് പോയിട്ട് ഈ ജോലി എങ്ങാനും കിട്ടിയില്ലെങ്കിലോ, ഇപ്പോഴും ആ ജോലി കിട്ടിയിട്ടില്ല, എന്നാലും അവരെങ്ങനെ ചിന്തിക്കുകയാണ്, കിട്ടാതിരുന്നാൽ എന്ത് ചെയ്യും. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ചിലർക്ക് എന്ത് ഓവർ തിങ്കിങ് ആണ്. വെറുതെ ഉഴപ്പി സമയം മുഴുവൻ പോയി, ആ സമയം തിരിച്ചു പിടിക്കാനൊന്നും പറ്റില്ല. എന്നാലും നമ്മൾ ആ നഷ്ടത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങുന്നു. ചിന്തിച്ച് ഉറങ്ങി വളരെ ഭീകരമായ സ്വപ്നങ്ങൾ കാണുന്നു, ഉള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. എന്നാൽ ഇനിയുള്ള സമയം പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ആ ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. വിവാഹത്തെക്കുറിച്ചൊക്കെ ഓവർ തിങ്കിങ് കാരണം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ ഓവർ തിങ്കിങ് കാരണം വിവാഹം കഴിക്കാതെ നിൽക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. പിന്നെ ഒരു കൂട്ടരുണ്ട് കേട്ടോ, കുറ്റബോധമാണ്. ജീവിതത്തിൽ തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. തെറ്റുപറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിയല്ലോ, അത് പറ്റരുതായിരുന്നു, വല്ലാത്ത കഷ്ടമായിപ്പോയി, ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. പിന്നെ ഒരു കൂട്ടരുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തവർ. അവർ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ കുറേ ചിന്തകൾ ഇങ്ങനെ വന്ന് കാട് കയറി ഇങ്ങനെ പോകും. അത് സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. അലസമായ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണെന്ന് കേട്ടിട്ടില്ലേ? പിന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇൻഫർമേഷൻ ഓവർലോഡിങ് ആണ്. വേണ്ടാത്തതും വേണ്ടുന്നതുമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, കാണുന്നു. ഇത് പലപ്പോഴും വ്യക്തമല്ലാത്ത കാര്യങ്ങളാണ്, നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. ഇതിനെപ്പറ്റി നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ ഡിസ്ട്രാക്റ്റഡ് ആകുന്നു, നമ്മൾ പ്രശ്നത്തിലാകുന്നു. നമ്മളൊരു ഏകദേശ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 60,000 ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാം. ഇതിനൊന്നും കൃത്യമായിട്ടുള്ള കണക്കൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിനെയൊന്നും നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയാറില്ല അല്ലേ. ഓവർ തിങ്കിങ് ആകുന്നത് എപ്പോഴാണ്? 2 സന്ദർഭത്തിൽ നമ്മളത് തിരിച്ചറിയും. നമ്മുടെ ജീവിതത്തിൽ ഒന്നും കാര്യമായിട്ട് സംഭവിക്കുന്നില്ല, നമ്മളിങ്ങനെ ചിന്തിച്ചിരിപ്പാണ്. 2, നമ്മുടെ മാനസികാരോഗ്യത്തിന് പ്രശ്നമാകുമ്പോൾ, അതായത് നമ്മൾ ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും കടക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്
ഇതിൻ്റെ കാരണം ഓവർ തിങ്കിങ് ആണ്. ഇത് മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സൈക്കോളജിയിൽ ഇതിനെ പറയുന്ന ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്, ഇൻട്രൂസീവ് തോട്ട്സ്. ഇതിൽ നമുക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യം എന്താണെന്നോ, ഈ ചിന്ത പൂർണ്ണമായിട്ട് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമാണ്. അല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഓവർ തിങ്കിങ് ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. കാരണം നമുക്ക് നമ്മളിൽ ആശ്രയിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓവർ തിങ്കിങ് ഒരു പ്രശ്നമായി തോന്നുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചിന്തിക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിൻ്റെ വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. അപ്പോൾ ഓവർ തിങ്കിങ്ങുകാർക്കുള്ളൊരു ഗുണം തന്നോ, ഒരുപാട് ചിന്തിക്കാൻ, ഒരുപാട് ഇമാജിൻ ചെയ്യാൻ കഴിവുള്ളവരാണ് അവർ. ഈ കഴിവ് നമുക്കെങ്ങനെ ഗുണകരമായി മാറ്റിയെടുക്കാം, അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഒന്നാമത്തെ കാര്യം, ഈ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ഓവർ തിങ്കിങ് ഉള്ള ആളുകളുണ്ട്. അവരെപ്പോഴും ഇത് പറയും മറ്റുള്ളവരോട്, എനിക്ക് വല്ലാത്ത ഓവർ തിങ്കിങ് ആണ്, ഒരു കാര്യവും ചെയ്യാൻ തോന്നില്ല, ഇങ്ങനെ ഇരുന്ന് ഓരോന്നേ ചിന്തിച്ചു കൂട്ടും. ഇതെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്യാണ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക. ഇത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക. ഒരാൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല, ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനെ വല്ലാണ്ടങ്ങ് പ്രതിരോധിക്കുന്നതിന് പകരം ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊക്കെ വെറും ചിന്തകളാണ്, ഇത് റിയാലിറ്റി അല്ല. ഈ രീതിയിൽ നമുക്ക് സമാധാനിക്കാം. അതായത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചുള്ള ഓവർ തിങ്കിങ് വേണ്ട, അതവിടെ നടന്നോട്ടെ, സോ വാട്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു ടെക്നിക്കുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്കിങ്ങനെ ഓവർ തിങ്കിങ് വരുമല്ലോ, ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ച് വിഷമിച്ചങ്ങനെ ഇരിക്കും. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് തീരുമാനിക്കും എന്താണെന്നോ, ഇതിപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് വേറൊരു ദിവസം ഇതേക്കുറിച്ച് ചിന്തിക്കാം. ഇത് നല്ലൊരു ടെക്നിക്കാണ് കേട്ടോ. നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല എന്ന് തീരുമാനിക്കുന്നില്ല, പക്ഷെ ഇന്ന് വേണ്ട, ഇന്ന് തൽക്കാലം വേണ്ട, ഇന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വേറെ എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, ലെറ്റ് മീ ഡു ദാറ്റ്. ഇത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇത് പല കാര്യങ്ങളിലും നമുക്ക് പ്രായോഗികമാക്കാവുന്നതാണ്. ഇപ്പോൾ പുകവലിക്കുന്ന ആളുകൾ, മദ്യപിക്കുന്ന ആളുകളൊക്കെ തീരുമാനം എടുക്കുമല്ലോ, ഇനി ഞാൻ പുകവലിക്കുന്നതല്ല, ഞാൻ മദ്യപിക്കുന്നതല്ല. ഇത് സത്യത്തിൽ പലപ്പോഴും അവരെ വളരെ സമ്മർദ്ദത്തിലാക്കും. അപ്പോൾ അവിടെ അവർക്കെടുക്കാവുന്ന തീരുമാനം എന്താണ്? ഇന്ന് ഞാൻ പുകവലിക്കുന്നതല്ല, ഇന്ന് ഞാൻ മദ്യപിക്കുന്നതല്ല. അത് എല്ലാ ദിവസവും ഒന്ന് പുതുക്കി കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയില്ലേ? അതുകൊണ്ട് തൽക്കാലം ഓവർ തിങ്കിങ് ഇന്ന് വേണ്ട, നാളെയോ മറ്റന്നാളോ ഒക്കെ ആകാം. ആ ഒരു മനോഭാവം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. മൂന്നാമത്തെ കാര്യം, ചിലർ എന്നോട് പറയാറുണ്ട്, അവരുടെ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഭൂതകാലത്ത് അനുഭവിച്ച ചില വിഷമങ്ങളാണ്. അത് എപ്പോഴും മനസ്സിലിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ഒരു മോചനം കിട്ടുന്നില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ഒരു ഡയറിയും പേനയൊക്കെ എടുത്തിട്ട് അന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതുക. എല്ലാം എഴുതണം കേട്ടോ, നമ്മുടെ ഓർമ്മയിലുള്ള എല്ലാ കാര്യങ്ങളും. നമുക്കുണ്ടായ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമല്ല, അതുമാത്രമല്ല അന്ന് ഉണ്ടായിട്ടുണ്ടാവുക, പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസും എല്ലാം ഉണ്ടായി കാണും. അതെല്ലാം അങ്ങോട്ട് എഴുതുക. അപ്പോൾ നമ്മളത് മനസ്സിൽ നിന്ന് കുറേ റിലീസാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ഓവർ തിങ്കിങ്ങിൽ അത് വീണ്ടും അവിടെ കിടക്കില്ലേ, അത് നമ്മൾ പുറത്തേക്ക് എഴുതിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ തീവ്രത പോലും കുറഞ്ഞു വരും. പലപ്പോഴും ശരിയായിട്ട് ഇരുന്ന് ചിന്തിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ചിന്തകളെ ഷാർപ്പാക്കുന്ന ഒന്നാണ്, ചിന്തകളെ ഫോക്കസ്ഡ് ആക്കുന്ന ഒന്നാണ് ഈ എഴുത്ത്. മറ്റേത് നമ്മൾ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വഴിക്ക് ചിന്തകൾ പോകും. എഴുതി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരിൽ നിന്ന് കുറേ നന്മകളും ഉണ്ടായിട്ടുണ്ട്. വെറുതെ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അനാലിസിസിനൊന്നും അവിടെ ഇടമുണ്ടാകില്ല. പഴയ ഓർമ്മകൾ വെച്ച് ആളുകൾ ബുക്ക് പബ്ലിഷ് ചെയ്യണ കണ്ടിട്ടില്ലേ? ഇങ്ങനെ നമുക്ക് തീവ്രമായ ഓർമ്മകളുള്ളതേ പലപ്പോഴും നമ്മളെ നല്ലൊരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആകാൻ സഹായിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണ് നമ്മളിതിനെ പ്രൊഡക്റ്റീവാക്കി മാറ്റുന്നത്. കുറ്റബോധം ഓവർ തിങ്കിങ്ങിന് വലിയൊരു കാരണമാണ്. നമുക്കൊരു തെറ്റുപറ്റി, ആ തെറ്റിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ജീവിതത്തിലെ ചില തിരിച്ചറിവുകൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് തെറ്റുപറ്റിപ്പോയി. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാലം കടന്നു പോയിരിക്കും. എൻ്റെ പാരൻറ്റിങ് മിസ്റ്റേക്സ് ഞാൻ മനസ്സിലാക്കിയത് കുറേ കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴേക്കും പാരൻറ്റിങ്ങിൻ്റെ ഏകദേശം വലിയൊരു ഭാഗം കഴിഞ്ഞു. എന്നാലും ഇപ്പം എനിക്കൊരു പാരൻ്റ് റോൾ ഉണ്ട്. ഈ സന്ദർഭത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കറക്ഷൻസ് വരുത്താൻ പറ്റും, അത് വരുത്തുക. അപ്പോൾ ഓവർ തിങ്കിങ്ങിന് പകരം
അത് വരുത്താൻ തയ്യാറാവുക. അതല്ലേ നമുക്ക് ചെയ്യാവുന്നത്. പണ്ട് ഞാനൊരു കോളേജിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചു. ശനിയാഴ്ച ദിവസം, ശനിയാഴ്ച ക്ലാസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു സുഹൃത്തിനെ പരിപാടിക്ക് ക്ഷണിച്ചു. ആ ശനിയാഴ്ച പരിപാടി നടന്നില്ല, അത് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഈ സുഹൃത്തിനെ അറിയിക്കാൻ മറന്നുപോയി. സുഹൃത്ത് വളരെ കഷ്ടപ്പെട്ട് ശനിയാഴ്ച ദിവസം ഇവിടെ വന്നപ്പോൾ പരിപാടിയൊന്നുമില്ല. അവർ ഞങ്ങളെ ഫോൺ ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഓർത്തത്, ദൈവമേ അവരെ ഈ വിവരം അറിയിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു, ഇനി എന്ത് ചെയ്യും, വല്ലാത്തൊരു അബദ്ധം പറ്റിയല്ലോ. ഞങ്ങളൊരു 10-20 മിനിറ്റ് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു റിസൾട്ടാണത്. അവസാനം ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. ഏതായാലും പിറ്റേ ദിവസം തന്നെ ആ ടീച്ചറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ അബദ്ധം പറ്റി ഒരു മാപ്പ് ചോദിക്കുക. പിറ്റേ ദിവസം ഞങ്ങളവിടെ പോയി കാര്യം പറഞ്ഞു. ടീച്ചറിന് സന്തോഷമായി. അവിടെ വെച്ച് ആ പ്രശ്നം തീർന്നു. തെറ്റ് സമ്മതിക്കുന്നതും മാപ്പ് ചോദിക്കുന്നതും ഓവർ തിങ്കിങ്ങിന് ഒരു പരിഹാരമാണ്. ഇനി നമുക്കൊന്നും പറ്റാത്ത ഒരവസ്ഥയാണെന്ന് വിചാരിച്ചോ, ലെറ്റ് ഗോ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് വിട്ട് കളയുക. അത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ ഓവർ തിങ്കിങ് നടത്തി സമയം പാഴാക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റ് തന്നെയാണ്. ഇനി 5ാമത്തെ കാര്യം, പ്രശ്നങ്ങൾ വരുമ്പോഴേ ചിലർ പിന്നെ ഓവർ തിങ്കിങ് ആണ്. പ്രശ്നം പരിഹരിക്കുന്നതിനെക്കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്. പ്രശ്നം എങ്ങനെ ഉണ്ടായി, അത് ആരുടെ കുറ്റം കൊണ്ടുണ്ടായി, ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ഇങ്ങനെ പല വഴിക്ക് ചിന്തകൾ പോകും. പ്രശ്നത്തിന് പരിഹാരം ആകെയില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹാരമുണ്ട്. പക്ഷെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ആദ്യം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. ഓവർ തിങ്കിങ്ങിലൂടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകില്ല. പ്രശ്നം പരിഹരിക്കണമെന്ന വാശിയോടുകൂടി തന്നെ ചിന്തിക്കണം. എവിടെയെങ്കിലും ഗൗരവമായിട്ട് ഇരുന്ന് തന്നെ ചിന്തിക്കണം, എന്താണ് പ്രശ്നം, എന്തൊക്കെയാവാം അതിൻ്റെ പരിഹാരങ്ങൾ. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല പരിഹാരങ്ങളും കടന്നു വരും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. 6ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തകളിൽ ഒരു കൺട്രോളില്ല. അത് കടിഞ്ഞാണില്ലാത്ത കുതിരകളെപ്പോലെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണം നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഇല്ല. അതാണ് സത്യം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പരിഹരിക്കാം. നമ്മളൊന്ന് സിസ്റ്റമാറ്റിക് ആയി കഴിഞ്ഞാൽ ഇതിന് വലിയൊരു പരിധിവരെ പരിഹാരമാകും. അലസമായ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണ്. അലസമായ മനസ്സ് എങ്ങനെ ഉണ്ടാകുന്നു? നമ്മൾ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആകില്ല. അവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. അപ്പോൾ ചിന്തകൾ ഏത് വഴിക്കെങ്കിലും പോയിക്കൊണ്ടിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചിന്തിച്ചിരിക്കാൻ സമയം ഉണ്ടാവില്ല. ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമുക്കൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ട്. രാവിലെ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദിവസം മുഴുവൻ നമ്മൾ ആക്റ്റീവായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഓവർ തിങ്കിങ്ങിന് എവിടെയാണ് സമയം അല്ലേ? നമ്മുടെ ജീവിതത്തിലെ ബ്ലെസ്സിങ്സ് എങ്ങനെ നമുക്ക് പാരയാകാതിരിക്കാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചത്. ഈ ജീവിതത്തിലെ ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം, പഠിക്കണം, പരിശീലിക്കണം. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട്, മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ്. ഈ മാസത്തെ കോഴ്സ് തുടങ്ങുന്നത് ഏപ്രിൽ 21-ാം തീയതിയാണ്. 21 തൊട്ട് 28 വരെ 8 ദിവസം തുടർച്ചയായിട്ട് രാത്രി 8 തൊട്ട് 9 മണി വരെ ഓൺലൈനിലാണ് കോഴ്സ് നടത്തുന്നത്. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സ്വയം ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ 9388605198 എന്ന നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ അയച്ചു തരാം. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.